നമസ്കാരം. ഒരു ദൃശ്യം കണ്ടതിന് ശേഷം മടങ്ങി വരാം. শুভেন্দু অধিকারী নামে কুলাঙ্গারের কাছে আবেদন করেছে মুসলমান যেন মসজিদের মাইকে আজান দিতে না পারে। আমরা এটা তীব্র নিন্দা ও প্রতিবাদ জানাই। শুভেন্দু অধিকারী কসাই মোদির কোনো দাদাগিরি চলবে না, এটা আল্লাহ তাআলার হুকুম। আপনারা যদি অন্ধ হয়ে যান, বধির হয়ে যান, আপনারা যদি জানোয়ার হয়ে যান, তবে দুনিয়াতে আপনাদের জন্য অবশ্যই আল্লাহ তাআলা গজব নাজিল করবেন। আমরা চাই দুনিয়াতে শান্তিতে অবস্থান করে দুনিয়াতে ইসলাম প্রচার আর প্রসার অব্যাহত থাকবে। মৃত্যুর সময় কলমা পরে পরে যেন പശ്ചിമ ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയെ ജനങ്ങൾ പുറത്താക്കിയതിനു ശേഷം ഇപ്പോൾ ഇതാണ് അവസ്ഥ. അതായത് ബംഗാളികൾക്കല്ല പ്രശ്നം, ബംഗ്ലാദേശികൾക്കാണ് പ്രശ്നം. ഇന്ത്യക്കാർക്കല്ല പ്രശ്നം, ബംഗ്ലാദേശികൾക്കാണ് മമതാ ബാനർജി അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പ്രശ്നം മുഴുവൻ അവർക്കാണ്. ഇപ്പോഴിതാ ഒരു വലിയ ഭീകരമായിട്ടുള്ളൊരു പ്രകടനം തന്നെ അവർ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഗോവധ നിരോധനം ബംഗാളിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളെ കൊല്ലും എന്നാണ് അവർ പറയുന്നത്. സംഭവമൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഉള്ള കഞ്ഞികുടിയും വെള്ളം കുടിയും കൂടി മുട്ടിപ്പോകുന്ന തരത്തിലായിരിക്കും അങ്ങനെ എന്തെങ്കിലും നടന്നാൽ സംഭവിക്കുക. കാരണം ഈ ഗംഗാ റിവർ ട്രീറ്റി പിൻവലിക്കേണ്ട ഒരു പുനഃപരിശോധിക്കേണ്ട സമയമൊക്കെ ആയി. 1996 ഗംഗാ റിവർ ട്രീറ്റി വരുന്നത്. ഇപ്പോൾ 2026 30 വർഷം തികയുന്നു. പുനഃപരിശോധിക്കേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ പുനഃപരിശോധിക്കേണ്ടി വന്നാൽ നേരത്തെ ഇൻഡസ് റിവർ ട്രീറ്റിയുടെ സമാനമായ രീതിയിൽ പല ഡാമുകളും പശ്ചിമ ബംഗാളിൽ ഉയരും. അതോടുകൂടി ഈ ബംഗ്ലാദേശികളുടെ ഒരു ബുദ്ധിമുട്ട് അങ്ങ് തീരും. അവരുടെ ഒരു പ്രശ്നങ്ങളൊക്കെ അതോടുകൂടി തീരും. അല്ലാതെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ നിന്ന് കഴിഞ്ഞാൽ ജലക്ഷാമം വന്ന് ബംഗ്ലാദേശ് തീരുന്ന ഒരു അവസ്ഥയിൽ തന്നെ എത്തും. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നതിന് മുന്നേ സ്വന്തം വെള്ളം കുടിയെക്കുറിച്ച് ഒന്ന് ബംഗ്ലാദേശികൾ ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. അത് മാത്രമല്ല കേട്ടോ, അവിടേക്ക് എണ്ണ അയക്കുന്നുണ്ട്. എണ്ണ ഇന്ത്യ വാങ്ങിയതിന് ശേഷം, ഇന്ത്യ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബംഗ്ലാദേശിലേക്ക് പെട്രോൾ വിതരണം ചെയ്യുന്നതും ഭാരതമാണ്. അപ്പോൾ ഊർജ്ജ പ്രതിസന്ധിയും കൂടി വന്ന് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥയിലേക്ക് എത്തും. ഉള്ള കഞ്ഞിയും കുടിച്ചുകൊണ്ട് ബംഗ്ലാദേശികൾ അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നതാണ് നല്ലത്. അല്ലാതെ വലിയ മുദ്രാവാക്യങ്ങളും വിളിച്ച ഇന്ത്യക്കെതിരെ ഒരു പ്രകോപനത്തിനൊന്നും ശ്രമം നടത്തേണ്ട കാര്യമില്ല. ഭാരതത്തിൻ്റെ നിയമ സംവിധാനത്തെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് ഭാരതീയർക്ക് നന്നായി നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം ഭാരിച്ച കാര്യങ്ങളിലൊന്നും ബംഗ്ലാദേശികൾ ഇടപെടണമെന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പശ്ചിമ ബംഗാൾ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നേരത്തെ റോഡിലൊക്കെ നമാസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പശ്ചിമ ബംഗാൾ. ഇപ്പോൾ അതും നിർത്തലാക്കിയിരിക്കുകയാണ്. അതിനെതിരെ വളരെ ശക്തമായി ഘോരമൊക്കെയാണ് AMIMൻ്റെയൊക്കെ ചില നേതാക്കന്മാർ വാദിക്കുന്നത്. പക്ഷേ സംഗതിയൊന്നും നടക്കാൻ പോകുന്നില്ല. നമാസും അവിടെ റോഡിലൊക്കെ നടത്തുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലേക്ക് സമാനമായ അവസ്ഥയിലെത്തിച്ചേരും. അകത്ത് കിടക്കേണ്ടി വരും. അല്ലാതെ വേറെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ അത് മാത്രമല്ല, മറ്റ് ചില മാറ്റങ്ങൾ കൂടി പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്നുണ്ട്. OBC ലിസ്റ്റിൽ അനധികൃതമായി കടന്നുകൂടിയ 75ഓളം മുസ്ലിം ജാതികളെയാണ് ഇപ്പോൾ അതിൽ നിന്ന് മാറ്റുന്നത്. അങ്ങനെ പശ്ചിമ ബംഗാൾ അടിമുടി ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ്. ബംഗ്ലാദേശികൾ ഇതിനൊക്കെ എതിരെ സമരം നടത്തും, പ്രകടനം നടത്തും. ബംഗ്ലാദേശിൽ എന്ത് പ്രകടനം വേണോ നടത്താം. പക്ഷേ അത് ആക്രമണത്തിലേക്ക് പോയാൽ തീർച്ചയായിട്ടും ഭാരതം ഇടപെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ ബംഗ്ലാദേശിൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങൾ പോലെയൊന്നുമല്ല. ഇനി എന്ത് വേണമോ ഭാരതത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഇത് മാത്രമല്ല, മറ്റു പല കാര്യങ്ങൾക്കകത്തുകൂടി ഇനി കടന്നു പോകേണ്ടി വരും. എന്തായാലും പഴയതുപോലെ ഇങ്ങോട്ട് നുഴഞ്ഞു കയറി വന്ന ഇവിടെ പാർത്ത് ഇവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടുന്നൊക്കെ വന്ന ഇപ്പോൾ ഷെയ്ഖ് ഷാജഹാനൊക്കെ പോലുള്ള TMC നേതാക്കന്മാർ ചെയ്തതുപോലെ ഇവിടുത്തെ ഹിന്ദുക്കളെ വന്ന് കൊല്ലാക്കൊല ചെയ്യുകയും ഇവിടുത്തെ ഹിന്ദു സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഭീകരവാദികൾ ഇവിടുത്തെ നേതാക്കന്മാരെ പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പശ്ചിമ ബംഗാൾ ഇനി ഒരിക്കലും മാറുകയില്ല. അത് മാത്രമല്ല, ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഭൂമി നേരത്തെ മമതാ ബാനർജി തടഞ്ഞു വെച്ചിരുന്ന ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഭൂമിയും വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പുതിയ രീതിയിലൊന്നും ഈ ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറാനൊന്നും ഇനി പശ്ചിമ ബംഗാളിന് ഒരു സാധ്യതയുമില്ല. അവിടേക്ക് ഇനി നുഴഞ്ഞു കയറാൻ വന്നാൽ നല്ല 10ൻ്റെ പണി തന്നെ കിട്ടും. 8ൻ്റെ അല്ല, ഇനി 10ൻ്റെ പണി തന്നെ കിട്ടും. നേരത്തെ ഷെയ്ഖ് ഷാജഹാനൊക്കെ 24 പർഗണയിലൊക്കെ നടത്തിയ നീക്കങ്ങൾ
അത്രയധികം ക്രൂരമായിരുന്നു. അതോടൊപ്പം തന്നെ ജഹാംഗീർ ഖാൻ ഈ അടുത്ത സമയത്തും ഫാൾട്ട മണ്ഡലത്തിൽ TMCക്ക് വേണ്ടി നിന്ന ജഹാംഗീർ ഖാനൊക്കെ നടത്തിയ പല നീക്കങ്ങളുമുണ്ട് അവിടുത്തെ ഹിന്ദുക്കളെ അടിച്ചമർത്താനും അതുവഴി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനും ഒക്കെ. എന്തിന് മമതാ ബാനർജി തന്നെ സ്റ്റേജിൽ വെച്ച് പ്രസംഗിച്ച് കൂകിയിട്ടുണ്ട്, നിങ്ങൾ TMCക്ക് വോട്ട് നൽകിയില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന തരത്തിൽ. അതായത് ഈ പറഞ്ഞ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ആക്രമണങ്ങൾ നടത്തും എന്ന്. പക്ഷേ ജനങ്ങളാരും തന്നെ മമതാ ബാനർജിയുടെ ആ ചില പുലമ്പലുകളൊന്നും ചെവിക്കൊണ്ടതേയില്ല. അവർ ജനങ്ങൾ ഒന്നടങ്കം ഇളകി വന്ന വോട്ട് ചെയ്തു. 91.38% വോട്ടാണ് ആദ്യത്തെ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിൽ 92.6% വോട്ട്. അങ്ങനെ വോട്ട് ചെയ്ത് ജനം പിടിച്ച് പുറത്താക്കിയിരുന്നു, കഴുത്തിൽ തൂക്കിയെടുത്ത് പുറത്തു കളഞ്ഞു എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. എന്നിട്ടും കടിച്ചു തൂങ്ങിക്കിടക്കുവാൻ ശ്രമിച്ചു. ഞാൻ എന്തായാലും അധികാരത്തിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മന്ത്രിമന്ദിരത്തിൽ കഴിയുവാനൊക്കെ നോക്കി. പക്ഷേ ഗവർണർ RN രവി പിന്നെയും അടുത്ത കൊട്ടും കൂടെ കൊടുത്തു. വീണ്ടും എടുത്ത് തൂക്കിയെടുത്ത് വെളി കളഞ്ഞു. ഒരു പൂച്ചക്കുഞ്ഞിനെ എടുത്ത് കളയുന്നത് മാതിരി വലിയ ധീരയായ വിപ്ലവകാരിയായ ഈ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് ഘോരം വാദിച്ച കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് ഈ JMBയുടെയൊക്കെ ജമാഅത്തി മുജാഹിദിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി അവിടെ ഭരണം നടത്തിയ മമതാ ബാനർജിയെ അധികാരത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കി എന്നാണ് ബംഗാളികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും മമതാ ബാനർജിക്ക് കഷ്ടകാലം അവസാനിക്കുന്നില്ല. ഇനിയും പല കേസുകളും അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. പല മന്ത്രിമാർക്കെതിരെയും കേസുകൾ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അധിക നാളൊന്നും ഇനി പുറത്ത് കിടന്ന് കളിക്കാമെന്നും വിചാരിക്കേണ്ട. മമതാ ബാനർജിക്ക് അകത്ത് കിടക്കേണ്ട എല്ലാ പരിപാടികളും മമതാ ബാനർജി ഒപ്പിച്ചു വച്ചിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ ഈ TMCയുടെ ലോക്കൽ നേതാക്കന്മാർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഇന്നലെയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലാണ് TMCയുടെ നേതാവ് ഒരു സെക്സ് റാക്കറ്റ് നടത്തുന്ന അവിടുത്തെ ഒരു കൗൺസിലറിനെ പിടിച്ച് പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോയത്. പോലീസിലും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കാരണം പശ്ചിമ ബംഗാൾ പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു വകയ്ക്കും കൊള്ളാത്ത രീതിയിൽ TMCയുടെ വേലക്കാരായി മാത്രം നിലനിന്ന പോലീസ് സംവിധാനമാണ്. ആ പോലീസ് സംവിധാനം അടിമുടി പരിഷ്കരണത്തിൻ്റെ പാതയിലാണ്. നേരത്തെ മമതാ ബാനർജി പിടിച്ച് പുറത്ത് ഇരുത്തിയിരുന്ന അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, വളരെ പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥരെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ അധികാരത്തിൽ നിന്ന് വിരമിച്ചു പോയ ആൾക്കാർ, പ്രഗത്ഭരായ ആൾക്കാരെ പലതരത്തിലുള്ള നേതൃസ്ഥാനങ്ങളിലേക്കും പോലീസിൻ്റെ തന്നെ നേതൃസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ സ്ത്രീകൾക്ക് നല്ല സുരക്ഷ തന്നെ പശ്ചിമ ബംഗാൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അജയ്പാൽ ശർമ്മ എന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റാണ് ഉത്തർപ്രദേശിൽ നിന്ന് അടുത്ത 5 വർഷത്തേക്ക് പശ്ചിമ ബംഗാളിൽ സേവനമനുഷ്ഠിക്കുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ ഗുണ്ടാരാജും ഭീകരവാദി രാജിനും ഒന്നും ഒരു കാരണവശാലും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ബംഗ്ലാദേശികൾ ഇവർക്ക് വേണ്ടി ഇനി എത്ര ശബ്ദമുയർത്തിയാലും അവിടെ കിടന്ന് ശബ്ദമുയർത്തുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഫെൻസിങ്ങും കൂടെ ഉണ്ടാകുന്നതോടുകൂടി ഇനി ഇങ്ങോട്ടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒന്നാം തരം പണി ഉറപ്പാണ്. സൈന്യത്തിൻ്റെ കയ്യിൽപ്പെട്ടാൽ പിന്നെ തിരിച്ചു പോലും പോകാൻ പറ്റില്ല. പിന്നെ അവിടെ കിടന്ന് ഹിന്ദുക്കളെ കൊന്നു തള്ളാമെന്നാണൊക്കെയാണ് വിചാരമെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെയുള്ള സൈനികരുടെ തോക്കും ഒന്നും വെറുതെ അല്ല. ബംഗ്ലാദേശിലേക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീക്കം നടത്തുവാനും ഭാരതത്തിന് ഇപ്പോൾ വിചാരിച്ചാൽ നടക്കും. ഇനി അതൊന്നും വേണ്ട, ബംഗ്ലാദേശിൻ്റെ വെള്ളം കൂടി മുട്ടിച്ചാൽ തന്നെ 10-17 ലക്ഷം ആൾക്കാർ പട്ടിണിയിലാവും, ദാഹിച്ച് വരളുന്ന ഒരു അവസ്ഥ തന്നെയാവും. അതോടൊപ്പം തന്നെ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കാനും സാധിക്കും. അടുത്ത 6 മാസം ഭാരതമാണ് ബംഗ്ലാദേശിലേക്ക് എണ്ണ വിതരണം ചെയ്തേണ്ടത്. അപ്പോൾ അത്തരത്തിൽ അനധികൃതമായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓർത്തോളൂ, തങ്ങളുടെ തന്നെ പെടലിക്ക് കുത്തുന്ന ഒരു അവസ്ഥയായിട്ട് അത് മാറുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ മറ്റു ചില കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. അനധികൃതമായി ഇവിടേക്ക് നുഴഞ്ഞു കയറി വന്ന ആൾക്കാർ സ്ഥാപിച്ച ചില പള്ളികളുണ്ടല്ലോ, അനധികൃതമായി ഇവിടെ പ്രവർത്തിക്കുന്ന ആരാധനാലയങ്ങൾ, അതും നീക്കം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി ഉറപ്പാണ് പശ്ചിമ ബംഗാളിൽ പഴയ പരിപാടികളൊന്നും നടക്കില്ല. പശ്ചിമ ബംഗാൾ ദേശീയതയുടെ പാതയിലാണ്, ദേശീയ സംസ്കൃതിയുടെ പാതയിലാണ്. ഭാരതത്തിൽ എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളെ നൽകിയിട്ടുള്ള മണ്ണാണ് ബംഗാൾ. ഭാരതത്തിൽ എണ്ണമറ്റ മഹാന്മാരെ നൽകിയിട്ടുള്ള മണ്ണാണ് ബംഗാൾ. ആ ബംഗാളിൽ ഇനി ഒരു കാരണവശാലും ഇസ്ലാമിക ഭീകരവാദികളെ അഴിഞ്ഞാടുവാൻ വേണ്ടിയിട്ട് സർക്കാർ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.